പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ സന്ധ്യാവേളയിൽ നിങ്ങൾക്ക് അവിടെ സന്ധ്യയല്ല, ഞങ്ങൾക്ക് സന്ധ്യ കഴിഞ്ഞു. ഓക്കെ, ഈ സമയത്ത് സൂം പ്ലാറ്റ്ഫോമിലൂടെ കർത്താവിന്റെ സന്നിധാനത്തിലായിരിക്കുന്ന എല്ലാ സഹോദരിമാർക്കും, വിശേഷാൽ കർത്താവിന്റെ ദാസിപ്രിയ ജോയ് സിസ്റ്റർക്ക് ഞാൻ കർത്താവിന്റെ നാമത്തിൽ, വേഗം വരുന്ന കർത്താവിന്റെ നാമത്തിൽ എന്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുകയാണ്. ഇങ്ങനെ ഒരു പ്രാവശ്യം നിങ്ങളോടൊപ്പം വചനം പങ്കിടുവാൻ കർത്താവ് എനിക്ക് തന്ന അവകാശത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതിലേക്ക് എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ടവരോടോ ഭാരവാഹികളോടോ ഞാൻ ആദ്യമായി നന്ദി പറയുകയാണ്. കർത്താവ് നമ്മളെ അതാതിടങ്ങളിലെല്ലാം പരിപാലിക്കുന്ന ദൈവത്തിന്റെ പരിപാലനത്തെ ഓർത്ത് ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അധികം മുഖവരകളൊന്നും പറയാതെ കർത്താവ് എന്നെ ഏൽപ്പിച്ച ഒരു ദൂതിലേക്ക് കടക്കുവാനാണ് കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നത്. ക്രിസ്തുവിൽ നാം അന്യോന്യം കണ്ടിട്ടില്ല, പരിചയപ്പെട്ടിട്ടില്ല, എങ്കിലും ക്രിസ്തുവിൽ നാം എല്ലാവരും ഒന്നായിരിക്കുന്നത് കൊണ്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നാം എല്ലാവരും ഒരപ്പന്റെ മക്കളാണ്, ഒരപ്പത്തിന്റെ അംശികളാണ്. ഈ ഒരു വലിയ സൗഭാഗ്യം കർത്താവ് നമുക്ക് തന്നതോർത്ത് ഇന്ന് രാത്രി ഈ സമയം നമ്മൾ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യണം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത ഏറ്റവും വലിയ ഉപകാരം എന്താണെന്ന് ആരെങ്കിലും നമ്മളോട് ചോദിച്ചാൽ പലർക്കും പലതും പറയാൻ കാണും. എനിക്ക് നല്ല മക്കളെ തന്നു, നല്ല ജോലി തന്നു, നല്ല വീട് തന്നു, നല്ല വാഹനം തന്നു. പറയാൻ ഒത്തിരി കർത്താവ് തന്ന നന്മകൾ നമുക്കുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതൊക്കെ അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ ഏറ്റവും അധികം പറയുവാൻ ആഗ്രഹിക്കുന്നത് 103-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ എന്റെ ജീവനെ അവൻ നാശത്തിൽ നിന്ന് വീണ്ടെടുത്തു. പ്രൈസ് ദി ലോർഡ്. അതാണ് ഏറ്റവും വലിയ ഉപകാരം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്തത്. അല്ലായിരുന്നു എങ്കിൽ നമുക്കിതൊക്കെ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് നന്മകൾ ആവശ്യമാണ്. അതൊക്കെ കർത്താവ് തന്നുകൊണ്ടിരിക്കുന്നു. പലർക്കും പല നിലകളിലാണ് അത് ലഭിക്കുന്നത്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഞാൻ പറഞ്ഞത്, ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് നന്മകളൊക്കെ ലഭിക്കും. അതൊക്കെ നന്ദിയോടെ നാം ഓർക്കണം. എന്നാൽ അതൊക്കെ ഉള്ളപ്പോൾ തന്നെ നമ്മുടെ പ്രാണനെ കർത്താവ് വീണ്ടെടുത്തില്ലായിരുന്നു എങ്കിൽ നാം ഒരു നിമിഷം ചിന്തിക്കണം, നമ്മുടെ അവസ്ഥ എന്താകുമായിരുന്നു. ഇന്ന് രാത്രി നാം കർത്താവിനെ അധികം സ്തുതിക്കേണ്ടത് കർത്താവ് നമുക്ക് തന്ന നന്മകളെ ഓർത്തല്ല, അതിനൊക്കെ നന്ദി പറയണം. അതിനേക്കാൾ നാം സ്തുതിക്കേണ്ടത് നാം കർത്താവ് നമ്മുടെ ജീവനെ വീണ്ടെടുത്തതിനാണ്. കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹ സ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുവാൻ പ്രസാദം തോന്നിയ പിതാവിന് നാം സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി മറ്റൊന്നും വകയില്ല എനിക്ക് സ്തോത്രം ചെയ്യുവാനെന്ന് ആർക്കും, ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുന്ന ആർക്കും അത് പറയുവാൻ കഴിയുകയില്ലെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ പറഞ്ഞത്, കർത്താവിന്റെ ജീവിതത്തിൽ വലിയ കാര്യമൊന്നും ചെയ്തില്ല, എനിക്ക് സ്തോത്രം ചെയ്യാൻ എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ പോലും അതിനേക്കാൾ ഉപരി ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹ സ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ നമ്മെ ആക്കി വെക്കുവാൻ പിതാവിന് പ്രസാദം തോന്നി. അത് ഓർക്കുമ്പോൾ മറ്റൊന്നുമില്ലെങ്കിലും പ്രിയ ദൈവമക്കളെ, പ്രിയ സഹോദരിമാരെ, നാം സ്തോത്രം കടപ്പെട്ടവരാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് നന്ദിയോടെ സ്തോത്രത്തോടെ ആമേൻ ദൈവസന്നിധാനത്തിൽ അടുത്തു വരാം. ഞാൻ മുഖവര പറഞ്ഞു നീട്ടുന്നില്ല. ലഭിക്കപ്പെട്ട സമയത്തിനുള്ളിൽ കർത്താവിനെ ഏൽപ്പിച്ച ഒരു ആമേൻ ആലോചന നിങ്ങളുമായി പങ്കുവെക്കുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. എല്ലാവരും ദൈവസന്നിധാനത്തിൽ തലവണക്കാം. എല്ലാവരുടെയും ഹൃദയം ദൈവസന്നിധിയിൽ ഒന്ന് പകരാം. എന്റെ കയ്യിൽ ഒന്നുമില്ല. ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ദൈവത്തിന്റെ ശബ്ദമായി, ദൈവത്തിന്റെ നാവായി ഇന്ന് ഹല്ലേലൂയ സമയം നിങ്ങളുടെ ഇടയിലായിരിക്കുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ കർത്താവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുന്ന, ദൈവവചനത്തിന്റെ മുൻപാകെ ആയിരിക്കുന്ന, ദൈവശബ്ദം കേൾക്കുവാൻ താല്പര്യത്തോടെ, ദൈവഭക്തം തിരിച്ചറിയുവാൻ താല്പര്യത്തോടെ ആയിരിക്കുന്ന അവരുടെ മക്കളെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, അവരെല്ലാം ഇന്ന് രാത്രി നീ സഹായിക്കണമേ. ദൈവവചനത്തിന്റെ മുൻപിൽ അവരായിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓരോ ഹൃദയങ്ങളോടും അവർക്ക് വേണ്ട ദൂത് കൈമാറുമാറാകണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അതിനായി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കണ്ടത് കൊണ്ട് സ്തോത്രം, മഹത്വം കർത്താവ് എടുക്കും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ, കേൾക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 8-ാം അധ്യായം അതിന്റെ 34-ാമത്തെ വാക്യങ്ങളാണ്. പ്രോവർബ്സ് ചാപ്റ്റർ 8 വേഴ്സ് 34. അതാണ് ഇന്ന് പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരു വിഷയം. 8-ാം അധ്യായം അതിന്റെ 34-ാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ദിവസം പ്രതി എന്റെ പടിവാതിക്കൽ ജാഗരിച്ചു, എന്റെ വാതിൽ കട്ടിളക്കൽ കാത്തും കൊണ്ട് എന്റെ വാക്ക് കേട്ടനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്നെ കണ്ടെത്തുന്നവൻ ജീവനെ കണ്ടെത്തുന്നു, അവൻ യഹോവയുടെ കടാക്ഷം പ്രാപിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതിന്റെ താഴത്തെ വാക്യം ഞാൻ ഇപ്പോൾ വായിക്കുന്നില്ല, പറഞ്ഞു വിടാം. ഇവിടെ നമ്മൾ വായിച്ചത്, എല്ലാവരും ആ വാക്യം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. പ്രോവർബ്സ് ചാപ്റ്റർ 8 വേഴ്സ് 34 ആണ് നമ്മൾ വായിച്ചത്.
അവിടെ നമ്മൾ വായിച്ച ദിവസം പ്രതി എന്റെ പടിവാതിക്കൽ ജാഗരിച്ചും എന്റെ വാതിൽ കട്ടിളയ്ക്കൽ കാത്തുകൊണ്ട് എന്റെ വാക്ക് കേട്ട് അനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പ്രൈസ് ദി ലോർഡ്. അവിടെ ഒരു 4 പദങ്ങൾ നമുക്ക് അടർത്തി എടുത്ത് ചിന്തിക്കുവാൻ കഴിയും. അതില് ഒന്ന് ജാഗരിക്കുക, 2 കാത്തു നിൽക്കുക, 3 കേൾക്കുക, 4 അനുസരിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പൊ 4 പദങ്ങൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും. അതിൽ നിന്ന് ചില ചിന്തകൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുക. ഒന്ന് ജാഗരിക്കുക എന്നുള്ള പദമാണ് അവിടെ നമ്മൾ കാണുന്നത്. കർത്താവ് പറഞ്ഞത് എന്റെ പടിവാതിക്കൽ ജാഗരിച്ചു. എന്നാൽ അവിടെ ഒരു പദം പ്രത്യേകിച്ച് കൊടുത്തിട്ടുണ്ട്, ദിവസം പ്രതി. ഇപ്പൊ ഡെയിലി നാം ചെയ്യേണ്ട കാര്യമാണ് കർത്താവിന്റെ പടിവാതിക്കൽ ജാഗരിക്കുക എന്നുള്ള കാര്യം. നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. വ്യത്യസ്തമായ നിലകളിലാണ് നമ്മുടെ പ്രാർത്ഥന. റോമാലേഖനത്തില് നമ്മൾ 8-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത് പോലെ വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് പലപ്പോഴും നമുക്കറിയില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് തുണ നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾക്ക് പലതിനും കർത്താവ് മറുപടി തരുന്നു, പ്രാർത്ഥന കർത്താവ് കൈക്കൊള്ളുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാ. വിവിധ നിലകളിൽ, വ്യത്യസ്ത നിലകളിൽ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാ. എന്നാൽ പൊതുവിൽ പറഞ്ഞാൽ നമ്മുടെ ഇടയിലൊക്കെ കണ്ടുവരുന്ന ഒരു പ്രവണതയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഏറി വരുമ്പോഴാണ് പ്രാർത്ഥനയ്ക്ക് നമ്മൾ മുൻതൂക്കം കൊടുക്കുകയും വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ആവശ്യങ്ങൾ മുൻപിൽ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, രോഗങ്ങൾ വരും, എല്ലാം സ്മൂത്തായി അങ്ങ് പോകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിലും ഒരു ഒരു ഒഴുക്കിനൊത്ത് നമ്മൾ അങ്ങ് പ്രാർത്ഥിച്ചു പോകുന്ന ഒരു പ്രവണത എല്ലാവരിലും അല്ലെങ്കിലും സാധാരണയായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് എല്ലാ കാലത്തും ഞാൻ യഹോവയെ വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ ഇരിക്കുമെന്ന് ദാവീദ് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷത്തിന്റെ വേളകളിൽ മാത്രമല്ല, ദുഃഖത്തിന്റെ വേളകളിലും പ്രതിസന്ധികളിൽ മാത്രമല്ല, നമുക്കെല്ലാം നന്നായി പോകുന്നു എന്ന് തോന്നുമ്പോഴും അപ്പോഴാണ് അധികം പ്രാർത്ഥിക്കേണ്ടത്. കാരണം കർത്താവേ, ദോഷങ്ങളൊന്നും കൂടാതെ എനിക്ക് വേണ്ടതെല്ലാം നൽകി എന്നെ നടത്തുന്ന ആ ദൈവത്തിന്റെ കൃപ ഓർക്കുമ്പോൾ നമ്മൾ അധികം പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടവരാണ്. ഞാൻ പറഞ്ഞല്ലോ, പലരും വ്യത്യസ്തരാണ്. ചിലര് എല്ലാം സ്മൂത്തായിട്ട് ഇരിക്കുമ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. എന്നാൽ ചിലരെ സംബന്ധിച്ച് എല്ലാം പ്രതിസന്ധികൾ വരുമ്പോൾ അവർ കൂടുതൽ പ്രാർത്ഥിക്കും. തിരിച്ചുകൊണ്ട് എല്ലാം സ്മൂത്തായിരിക്കുമ്പോൾ പ്രാർത്ഥിക്കും, പക്ഷെ പ്രതിസന്ധികൾ വരുമ്പോൾ അവർ ചോദിക്കും, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് കർത്താവ് എന്താ എന്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ അനുവദിച്ചതെന്ന് ചോദിച്ച് പ്രാർത്ഥനയിൽ മടുക്കുന്നവരെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, വ്യത്യസ്തരാണ്, എല്ലാവരും പ്രാർത്ഥിക്കുന്നവർ. പക്ഷേ കർത്താവിന്റെ വചനം ഇവിടെ നമ്മൾ എടുത്ത വാക്യം അനുസരിച്ച് പറയുന്നു, ദിവസം പ്രതി എന്റെ പടിവാതിക്കൽ ജാഗരിക്കണം. എല്ലാ ദിവസവും നമ്മൾ ചെയ്യണം. അത് ചെയ്യേണ്ട കാര്യമാ, അത് ഓപ്ഷണൽ അല്ല, അത് നമ്മൾ ചെയ്തേ പറ്റൂ. ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ ഈ വചനത്തിന്റെ മുൻപാകെ ആയിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. എന്റെ പ്രാർത്ഥന എങ്ങനെ ഉണ്ട്? ഞാൻ എല്ലാ ദിവസവും ഡെയിലി എന്റെ കർത്താവിന്റെ സന്നിധാനത്തില് ജാഗരിക്കുക. പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന പദം ജാഗരിക്കുക. അതിന്റെ മലയാള അർത്ഥം തന്നെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ജാഗരിക്കുക എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഇപ്പൊ അവിടെയൊക്കെ ആയിരിക്കുന്ന മലയാളം ശരിക്കും അറിയാത്ത കുട്ടികളും ഒക്കെ കാണും. അവർക്ക് ജാഗരിക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അതിന്റെ അർത്ഥം മനസ്സിലാകത്തില്ല. ഞാൻ ഇന്ന് ഈ വചനം ചിന്തിച്ചപ്പോൾ ആ അർത്ഥം ഒന്ന് നോക്കിയപ്പോൾ അതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഉണർന്നിരിക്കുക, ഉറങ്ങാതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് അർത്ഥമാക്കുന്നത് ഇത്രയേ ഉള്ളൂ. നാം ദൈവസന്നിധിയിൽ എപ്പോഴും ഉറങ്ങാതിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ 24 മണിക്കൂറും ഉണർന്നിരിക്കണം, രാത്രി ഉറങ്ങരുതെന്നൊന്നും അല്ല, നമുക്കറിയാം. എന്നാൽ ഏത് കാര്യത്തിനു വേണ്ടി നാം പ്രാർത്ഥിക്കും, ദൈവസന്നിധിയിൽ നാം എപ്പോഴും അലർട്ടായിരിക്കണം. നാം ജോലി ചെയ്യുമ്പോഴും, അടുക്കളയിൽ നിൽക്കുമ്പോഴും, ഡ്യൂട്ടിയിലായിരിക്കുമ്പോഴും ഒക്കെ നമ്മുടെ ഹൃദയം കൊണ്ട് നമുക്ക് ദൈവത്തോട് സംസാരിക്കുവാനും ബന്ധപ്പെടുവാനും കഴിയുമല്ലോ. ദൈവത്തിന് അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞു, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ. ഇടപെടാതെ പ്രാർത്ഥിപ്പ് എന്ന് പറയുമ്പോൾ രാവിലെ നമ്മൾ ജോലി ചെയ്യേണ്ട, ഡ്യൂട്ടിക്ക് പോകണ്ട, വീട്ടിലെ കാര്യം നോക്കണ്ട, ഒരു വായിട്ട് പ്രാർത്ഥിക്കാനല്ല പൗലോസ് ഉദ്ദേശിച്ചത്. നമുക്ക് ദൈവവുമായിട്ട് ഇടപെടാതെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുവാൻ കഴിയും. ഞാൻ ആ പദത്തിൽ അങ്ങനെ നിന്നാൽ അങ്ങനെ മണിക്കൂറുകൾ പോകും. ഞാൻ ഓടി വരട്ടെ. അപ്പോൾ ജാഗരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവസന്നിധാനത്തിൽ നമ്മൾ ഉണർവുള്ളവരായിരിക്കുക, ജാഗ്രതയോടെ ഇരിക്കുക, മയക്കവും മന്ദതയും ഉണ്ടാകാതെ ഇരിക്കുക. അതാണ് ജാഗരിക്കുക എന്നുള്ള പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ടിരിപ്പീൻ. ഈ വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അർത്ഥം ക്ലിയർ ആവും. ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും
ആ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ചിട്ട് അങ്ങ് വിട്ടുകളയുകയല്ല, എഴുന്നേറ്റ് പോകുകയല്ല. എഴുന്നേറ്റ് പോകാം, പക്ഷെ ആ വിഷയങ്ങൾ വീണ്ടും നമ്മൾ ദൈവസന്നിധി ജാഗരിച്ചുകൊണ്ടേയിരിക്കണം സ്തോത്രത്തോടെ. അതിനുവേണ്ടി കർത്താവേ നീ അത് ചെയ്തതിനായി സ്തോത്രം, അത് തന്നതിനായി സ്തോത്രം, ലഭിച്ചതിനായി സ്തോത്രം എന്ന് പറഞ്ഞ് അതിൽ ജാഗരിക്കുന്ന ഒരനുഭവം നമ്മൾക്കുണ്ടാകണം. അതുപോലെ കൊലോസ്യ ലേഖനം 4:2 വാക്യത്തിൽ പറയുന്നുണ്ട്, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, സ്തോത്രത്തിൽ ആമേൻ ജാഗരിപ്പിൻ. അവിടെയും ജാഗരിപ്പിൻ എന്നൊരു പദമുണ്ട്. ഞാൻ പറഞ്ഞതിന് താല്പര്യം ഇത്രയേ ഉള്ളൂ. നാം പ്രാർത്ഥിക്കുന്നവരാണ്, നാം പ്രാർത്ഥിച്ചങ്ങ് വിട്ടുകളയുന്നവരായിട്ടല്ല. എപ്പോഴും ദൈവിക ബന്ധത്തിലും സ്തോത്രത്തിലും നമ്മൾ മുന്നേറുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അത് പറഞ്ഞ് ഞാൻ അടുത്ത പദത്തിലേക്ക് വരട്ടെ, അല്ലെങ്കിൽ ദൂത് അവസാനിക്കയില്ല. അനേകം കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അടുത്ത പദത്തിലേക്ക് ഞാൻ വരാം. രണ്ടാമത് പറയുന്നു, കാത്തു നിൽക്കണം. ആമേൻ. നമ്മൾ ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിച്ചു, സ്തോത്രം ചെയ്തു, ജാഗരിക്കുന്നു. പക്ഷേ നമ്മുടെ വിടുതലുകൾ സമയത്തൊന്നും നടക്കാതെ വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഈ കാത്തിരിക്കുക എന്ന പദം അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അല്ലെ? കാത്തിരിപ്പ്. അബ്രഹാം വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരുന്നു 24 വർഷം. അത്രയുമൊക്കെ ആയപ്പോഴത്തേക്ക് അവരുടെ ക്ഷമ നഷ്ടപ്പെട്ടു. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്റെ പോലും ക്ഷമ നഷ്ടപ്പെട്ടിട്ട് അവർ മറ്റു വഴി അതിനുവേണ്ടി തിരഞ്ഞെടുക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെ അനേക ഭാഗങ്ങളുണ്ട്. ഞാൻ അത്രയും വിശദമായിട്ട് പോകുന്നു. ഞാൻ പറഞ്ഞത്, കാത്തിരിക്കുക എന്ന് പറയുന്നത് ഒരു പരിധി വരെ, ഒരു സമയം വരെ, ഒരു പീരീഡ് വരെ നമ്മൾ കാത്തിരിക്കും. അത് കഴിയുമ്പോൾ നമ്മുടെ ക്ഷമ നഷ്ടപ്പെടും, പിന്നീട് നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടും, നമ്മൾക്ക് മടുപ്പ് തോന്നും. എന്നാൽ ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം പറയുന്നു, നാം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് വേണ്ടി നാം സ്തോത്രത്തോടെ ജാഗരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ മറുപടിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അതിനുള്ള പ്രത്യേക കൃപ ഈ ദിവസങ്ങൾ നമുക്ക് ആരെങ്കിലും കാത്തിരുന്ന് മടുത്തവരിന്ന് പകൽക്കാലം വചനം കേൾക്കുന്നുണ്ടോ? കർത്താവേ, ഞാൻ ഇത്ര വർഷമായി വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആമേൻ, എന്റെ വിഷയത്തിന് ഇതുവരെയും മറുപടി കിട്ടിയില്ല, ഞാൻ മടുത്തു എന്ന് പറയുന്ന, മടുത്തു എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇന്ന് ഹല്ലേലൂയ വചനത്തിലൂടെ കർത്താവ് ദൂത് കൈമാറുകയാണ്, ഇല്ല, ഹല്ലേലൂയ, കാത്തിരിക്കുന്നവനാണ് ഭാഗ്യവാൻ. താഴെ വരുമ്പോൾ ആ 4 പദങ്ങൾ പറഞ്ഞിട്ട് ഒരു പദം പറയുന്നുണ്ട്, അങ്ങനെയുള്ളവൻ ഭാഗ്യവാൻ. അപ്പോൾ ദൈവത്തിന്റെ സന്നിധാനത്തിൽ ജാഗരിക്കണം. ജാഗരിച്ചാൽ മാത്രം പോരാ, കാത്തു നിൽക്കണം. ഹബക്കൂക്കിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഹബക്കൂക്ക് 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഒത്തിരി ആവലാദികൾ ഹബക്കൂക്ക് ദൈവത്തോട് പറയുന്നുണ്ട്. അതൊന്നും ഞാനിപ്പോൾ തൊടുന്നില്ല. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം ഹബക്കൂക്ക് പറയുന്ന ഒരു കാര്യമുണ്ട് 2-ാം അധ്യായത്തിൽ, ഞാൻ കൊത്തളത്തിൽ കാവൽ കാത്തുകൊണ്ട് ദൈവം എന്നോട് എന്തരുളി ചെയ്യുമെന്ന് അറിയേണ്ടതിന് ആമേൻ ഞാൻ ശ്രദ്ധ വെച്ചു എന്ന് പറയുന്നുണ്ട്. ഞാൻ എല്ലാ വാക്യം എടുത്ത് വായിക്കുന്നില്ല, പറഞ്ഞങ്ങ് പോകാം. കാരണം നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ കർത്താവിനോട് അങ്ങോട്ട് ചെന്ന് ചില കാര്യങ്ങൾ പറയുകയാണ്, പറഞ്ഞിട്ട് നമ്മൾ ഇനി എഴുന്നേറ്റ് പോരുകയാണ്. അപ്പോൾ ഹബക്കൂക്ക് 2:1 ആരെങ്കിലും എടുത്തെങ്കിൽ വേഗത്തിൽ ഒന്ന് വായിക്കാമോ? അവിടെ പറയുന്നുണ്ട്, ഞാൻ കൊത്തളത്തിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് അരുളി ചെയ്യും എന്നും എന്റെ ആവലാദികൾ ഞാൻ എന്തുത്തരം പറയേണ്ടു എന്നും കാണേണ്ടതിനെ ദൃഷ്ടി വെക്കും. കൊത്തളത്തിൽ കാത്തുകൊണ്ടിരിക്കുകയാ. അവിടെ ഒരു പദം നമ്മൾ ശ്രദ്ധിച്ചോ? അവൻ എന്നോട് എന്തരുളി ചെയ്യും. ഫസ്റ്റ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ദൈവസന്നിധാനത്തിൽ ചെന്ന് പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്ത് ജാഗരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് കർത്താവിന് എന്നോട് എന്താ പറയാനുള്ളത്. നമ്മൾ സാധാരണ നമുക്ക് ബിസിയാണ്, നമുക്ക് ആകപ്പാടെ സമയമില്ല. അല്പസമയം ലഭിക്കുമ്പോൾ നമ്മൾ ഓടിച്ചെന്ന് കർത്താവ് ഇന്ന കാര്യങ്ങളുണ്ടെന്ന് കർത്താവിനോട് പറഞ്ഞിട്ട് എഴുന്നേറ്റ് നമ്മുടെ വഴിക്ക് പോകുകയാണ്. എന്നാൽ ഇവിടെ ഹബക്കൂക്ക് പറയുന്നു, അവൻ എന്നോട് എന്തരുളി ചെയ്യും. നമ്മുടെ പ്രാർത്ഥനയുടെ രീതികളൊക്കെ ഒന്ന് മാറുവാൻ ദൈവം ആഗ്രഹിക്കുക. നമ്മൾ കർത്താവിനോട് ചോദിക്കണം, കർത്താവ് എനിക്ക് ഒത്തിരി കാര്യം അങ്ങോട്ട് പറയാനുണ്ട്, ഇന്നത് ചെയ്യണേ, തരണേ ഒന്നൊക്കെ. പക്ഷേ നമ്മുടെ ഡെയിലി പ്രേയറിൽ കർത്താവിനോട് ചോദിക്കണം, കർത്താവെ അങ്ങേക്ക് എന്നോട് എന്താ ഇന്ന് സംസാരിക്കാനുണ്ട്. അതിനാണ് ചെവി കൊടുക്കേണ്ടത്, അതിനാണ് നമ്മൾ കാതോർക്കേണ്ടത്. ഹല്ലേലൂയ, ആമേനെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ഹിതം നമുക്ക് തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. ദൈവത്തിന് നമ്മളോട് സംസാരിക്കുവാനുള്ളത് നമുക്ക് കേൾക്കുവാൻ കഴിയുകയുള്ളൂ. നമ്മൾ തിരക്കിനിടയ്ക്ക് അങ്ങോട്ട് ചെന്ന് കുറെ കാര്യം പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുന്നവരായിട്ടല്ല. ഇന്ന് ആമേൻ, ഹല്ലേലൂയ, സമയം ദൈവാത്മാവ് നമ്മളോട് പറയുകയാ, ആമേൻ, നമ്മൾ ഈ ദിവസങ്ങൾ ശ്രദ്ധ വെക്കണം. എന്താ എന്റെ കർത്താവിന് എന്നോട് എന്താ അരുളി ചെയ്യുക? ശരിയായ പ്രാർത്ഥന അതാ. കർത്താവിന് എന്താ എന്നോട് പറയാനുള്ളത്? ദൈവമക്കളെ, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നതിനേക്കാൾ ഭാഗ്യം ഈ ഭൂമിയിൽ എന്താ ഉള്ളത്? പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ, ഞാൻ എപ്പോഴും ദൈവത്തോട് പറയുന്ന ഒരു കാര്യം, കർത്താവെ, മനുഷ്യരുടെ ആരുടെ ശബ്ദം കേട്ടില്ലെങ്കിൽ, ആരും എന്നോട് സംസാരിച്ചില്ലെങ്കിലും, എന്റെ കർത്താവ് എന്നോട് സംസാരിക്കാതിരുന്നാൽ അത് ഭയങ്കര സങ്കടമാണ്, അത് വേദനയാ. എന്നാൽ കർത്താവ് സംസാരിച്ചാൽ, മറ്റാരും സംസാരിച്ചില്ലെങ്കിലും നമ്മുടെ വേദനകളെല്ലാം അത് മാറും. അതൊരു പ്രത്യേക സന്തോഷമാണ്. നമ്മുടെ പ്രൈം മിനിസ്റ്റർ നമ്മളെ വിളിച്ചൊന്ന് സംസാരിച്ചെന്നൊക്കെ പറഞ്ഞ എന്തോ ക്രെഡിറ്റാ. എന്നാൽ അതിനേക്കാൾ വലിയവനായ കർത്താവ് എന്നോട് സംസാരിച്ചു എന്ന് പറയുവാൻ ആ ഒരു ഭാഗ്യം ദൈവമക്കളെ വലിയ ഭാഗ്യമാ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കാത്തിരിക്കണം.
ആദ്യത്തെ പദത്തിലേക്ക് ഞാൻ പോകുകയാ. അവിടെ മൂന്നാമത്തെ കാര്യം, അതുപോലെ കാത്തു നിന്നവർ ഒത്തിരി ഉണ്ട്, പ്രതികരിച്ചവരുണ്ട്. 1 ശമൂവേലിന്റെ പുസ്തകത്തില് സാമുവേൽ 3:10 നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്കറിയാം ചരിത്രം. ശമൂവേൽ ബാലൻ ആലയത്തില് ഉറങ്ങുകയാ. വിളക്ക് കിട്ടുന്നതിന് മുമ്പേ ചെന്ന് കിടന്നു. അവനെ വിളിക്കുന്ന ശബ്ദം കേട്ടു. ഏലിയാണെന്ന് കരുതി അവൻ ചെന്ന് ഏലിയോട് ചോദിക്കുന്നു. ഏലി പറഞ്ഞു, അല്ല, ഞാൻ നിന്നെ വിളിച്ചില്ല. ഇനിയും ആ ശബ്ദം നീ കേൾക്കുന്നെങ്കിൽ യഹോവേ, അടിയനോട് സംസാരിക്കണമേ എന്ന് നീ സമർപ്പിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ദൈവശബ്ദത്തിന് വേണ്ടി ശമൂവേൽ കാത്തു നിൽക്കുകയാ. അവൻ ആ ശബ്ദം കേട്ടപ്പോൾ പ്രതികരിച്ചു. ഞാൻ താഴേക്ക് വരുമ്പോൾ അത് വിശദീകരിക്കാം. ഞാൻ പറഞ്ഞത്, വചനം പരിശോധിച്ചാൽ അങ്ങനെ ദൈവശബ്ദത്തിന് വേണ്ടി കാതോർത്ത അനേകരെ നമുക്ക് കാണുവാൻ കഴിയും. ദീർഘമായ സമയം നമ്മുടെ മുൻപിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ വേഗത്തിൽ പോകട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവിന്റെ ശബ്ദത്തിന് വേണ്ടി കാതോർക്കണം. യെശയ്യാപ്രവചനം 50-ാം അധ്യായത്തിന് 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവിന്റെ ചെവിയെ തുറന്നു, ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവന്റെ ചെവിയെ ഉണർത്തുന്നു. എന്നിട്ട് അവിടെ ഒരു പദം എഴുതിയിട്ടുണ്ട്, യഹോവയായ കർത്താവിന്റെ ചെവി തുറന്നു, ഞാനോ മറുത്തു നിന്നില്ല. അപ്പൊ നമുക്ക് കേൾക്കുവാൻ ഒരു ചെവി, കർത്താവിന്റെ ശബ്ദം കേൾക്കുവാൻ ഒരു ചെവി ഉണ്ടാകട്ടെ, അതിനൊരു താല്പര്യം ഉണ്ടാകട്ടെ, അതിനുവേണ്ടി കാത്തു നിൽക്കുവാൻ നമുക്ക് ഇടയായി തീരട്ടെ. ദൈവത്തിന് സ്തോത്രം. മൂന്നാമത്തതാണ് കേൾക്കുക. ഞാൻ പറഞ്ഞു, ആ റെഫറൻസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കേൾക്കുവാനുള്ള ഒരു കേൾക്കണമെങ്കിൽ ഒരു സമർപ്പണം വേണം. കർത്താവ് എന്തെങ്കിലും അരുളി ചെയ്യുമ്പോൾ അത് കേൾക്കുവാൻ നമുക്കൊരു ക്ഷമ വേണം, ഒരു സമർപ്പണ. ശിഷ്യന്റെ ചെവി വേണം. അവിടെ യെശയ്യാപ്രവചനം 50:4 നമ്മൾ വായിക്കുന്നുണ്ട്. ശിഷ്യന്റെ നാവിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. ശിഷ്യന്റെ ചെവി, ഒരു ശിഷ്യന്റെ ചെവി എന്താ? യജമാനന്റെ ശബ്ദം. എപ്പോഴും ഒരു ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ ശിഷ്യന്റെ ചെവി എപ്പോഴും തുറന്നിരിക്കും. അവൻ എപ്പോഴും ശ്രദ്ധിക്കും, യജമാനൻ എന്നെ വിളിക്കുന്നുണ്ടോ, എന്തെങ്കിലും എന്നോട് പറയുന്നുണ്ടോ, പറയുന്നെങ്കിൽ അവനത് ചെയ്യണം. അതാണ് ഒരു ശിഷ്യനും ഗുരുവും തമ്മിലുള്ള ബന്ധം. അപ്പോൾ ഒരു ശിഷ്യന്റെ ചെവി എപ്പോഴും യജമാനന്റെ ശബ്ദത്തിനു വേണ്ടി ശ്രദ്ധയോടെ കാതോർക്കുന്നത് പോലെ നമ്മുടെ ചെവി ഈ ദിവസങ്ങൾ ദൈവ ശബ്ദത്തിനു വേണ്ടി കാതോർക്കുകയും നമ്മുടെ പ്രാർത്ഥന അതായിരിക്കട്ടെ. കർത്താവേ, ഈ ദിവസങ്ങൾ നീ എന്നോടൊന്ന് സംസാരിക്കണമേ. ഹല്ലേലൂയ. ഇന്ന് പകൽ നമ്മുടെ പ്രിയ സിസ്റ്റർ മധ്യസ്ഥ പ്രാർത്ഥന ലീഡ് ചെയ്തു. ഞാൻ ശ്രദ്ധിച്ചു, നമ്മൾ അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എനിക്കറിയാം, ഞങ്ങൾ സഭയുടെ ശുശ്രൂഷയിലൊക്കെ ഇരുന്നവരാ. നമ്മുടെ സഭകളിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ മറ്റു കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷെ ഞാൻ എടുത്തു പറയാറുണ്ട്, അതൊക്കെ പ്രാർത്ഥിക്കണം വേണ്ടെന്നല്ല. എന്നാൽ ഈ ദിവസങ്ങൾ നമ്മൾ ഇതിനു കൂടെ പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ ശബ്ദം ഞാൻ ഇന്ന് കേൾക്കട്ടെ, എന്റെ തലമുറകളൊന്ന് കേൾക്കട്ടെ. നമ്മളൊക്കെ ഏറെക്കുറെ ദൈവശബ്ദം കേട്ടവരാ, അതിൻ്റെതായ ഗുണം നമുക്കുണ്ട്. എന്നാൽ നമ്മുടെ തലമുറകൾ ദൈവശബ്ദം കേൾക്കുന്നുണ്ടോ? ആ കേൾക്കാത്തതിന്റെ ദോഷവും അവരിൽ ഉണ്ട്. ദൈവത്തിന് നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവേ, ആമേൻ, ഞാൻ അവരോട് സംസാരിക്കുന്നതിനേക്കാൾ നീ അവരോട് സംസാരിക്കണം. നമ്മുടെ തലമുറകൾ ദൈവശബ്ദം കേൾക്കട്ടെ, നമ്മൾ കേൾക്കട്ടെ. ഹല്ലേലൂയ. അതിനുവേണ്ടി ഒരു താല്പര്യവും സമർപ്പണവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. കേൾക്കാതിരുന്നാലോ? അതിന്റെ ലാസ്റ്റ് വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ അതിനിടയ്ക്ക് അതൊന്ന് തൊട്ടു പോകാം. പലരും കേൾക്കുകയില്ല. അയ്യോ, ഈ സദൃശവാക്യങ്ങൾ തന്നെ 1:23 മുതലുള്ള ഭാഗങ്ങൾ നിങ്ങൾ പിന്നെ വായിച്ചാൽ മതി. അവിടെ എഴുതിയിട്ടുണ്ട് 23, പ്രോവർബ്സ് ചാപ്റ്റർ 1 വേഴ്സ് 23 പറയുന്നു, നിങ്ങൾ എന്റെ ആലോചനയൊക്കെയും ത്യജിച്ചു കളഞ്ഞ 23 മുതൽ എന്റെ ശാസനയ്ക്ക് തിരിഞ്ഞുകൊള്ളുവീൻ, ഞാൻ എന്റെ മനസ്സ് നിങ്ങൾക്ക് പൊഴിച്ചു തരും, എന്റെ വചനങ്ങൾ നിങ്ങളെ അറിയിക്കും. ഞാൻ വിളിച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാതെയും ഞാൻ കൈനീട്ടിട്ട് ആരും കൂട്ടാക്കാതെയും. ഇപ്പൊ ഞാൻ ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയെന്നുള്ളൂ, മൊത്തം വായിക്കുന്നില്ല. അവിടെ എന്താ പറയുന്നേ? കർത്താവ് പറയാ, എന്റെ വാക്കിന് ചെവിതാ. ഞാൻ നിങ്ങളോട് എന്റെ മനസ്സ്, എനിക്ക് പദം ഭയങ്കര ഇഷ്ടമുള്ളൊരു പദമാണ്, എന്റെ മനസ്സ് ഞാൻ നിങ്ങൾക്ക് പൊഴിച്ചു തരാം. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മനസ്സ് നമ്മൾ ആർക്കാ പൊഴിച്ചു കൊടുക്കുന്നത്? നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന, ഏറ്റവും വിശ്വസിക്കുന്ന, അല്ലെ? എല്ലാവരുടെയും മുമ്പിൽ നമ്മുടെ മനസ്സ് നമ്മൾ തുറക്കുമോ? ഇല്ല. ആമേൻ. കർത്താവ് പറയാ, എന്റെ മനസ്സ് ഞാൻ നിങ്ങൾക്ക് പൊഴിച്ചു തരാം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നിങ്ങൾ അതിന് ചെവി തരാതെ എന്റെ ആലോചന നിരസിച്ചു കളഞ്ഞ് ആമേൻ മുൻപോട്ട് ഓടിയാൽ എന്ത് സംഭവിക്കുമെന്ന് താഴെ പറയുന്നുണ്ട്. നിങ്ങളുടെ കഷ്ടതയിൽ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, ആമേൻ, ഞാൻ ഉത്തരം പറയുകയില്ല. അതിന്റെ 27-ാം വാക്യം, നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് കൊടുങ്കാറ്റ് പോലെയും നിങ്ങളുടെ ആപത്ത് ചുഴലിക്കാറ്റ് പോലെയും വരുമ്പോൾ, കഷ്ടവും സങ്കടവും നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ അപ്പോൾ അവർ എന്നെ വിളിക്കും, ഞാൻ ഉത്തരം പറയുകയില്ല. എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും, എന്നെ കണ്ടെത്തുകയില്ല. അയ്യോ, കർത്താവ് ഇത്ര ക്രൂരനാണോ? നമ്മുടെ കർത്താവ് സ്നേഹവാനാണ് എന്നൊക്കെ നമ്മൾ പറയും, ശരിയാ. പക്ഷെ കർത്താവ് ഇവിടെ പറയുകയാ, ഞാൻ നിങ്ങളെ വിളിക്കുമ്പോൾ, എന്റെ മനസ്സ് പൊടിച്ചു തരാമെന്ന് പറയുമ്പോൾ, എന്റെ ശാസനയ്ക്ക് ചെവി തരുവാൻ കഴിവില്ലാതെ അവരവരുടെ വഴിക്ക് തിരിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടവും പ്രതിസന്ധിയും കടന്നു വരുമ്പോൾ നിങ്ങൾ എന്നെ വിളിക്കും, ഞാൻ പക്ഷെ ഉത്തരം പറയത്തില്ല.
നിങ്ങൾ ജാഗ്രതയോടെ എന്നെ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ. പ്രിയ ഹല്ലേലൂയ ദൈവമക്കളെ, പ്രിയ സഹോദരിമാരെ, ദൈവശബ്ദം കേൾക്കുവാൻ ആമേൻ സമർപ്പിക്കപ്പെട്ട ഒരു കാത് നമുക്കുണ്ടാകട്ടെ. അത് കേൾക്കുവാൻ നമ്മെ തന്നെ ഇന്ന് ആമേൻ, ഞാൻ പറഞ്ഞല്ലോ, മറ്റെല്ലാം പ്രാർത്ഥിച്ചില്ലെങ്കിലും ബാക്കിയൊക്കെ കർത്താവ് തരും. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലം ഒക്കെ നിന്നെ പിന്തുടരുമെന്ന വചനം. നാം ദൈവസന്നിധിയിൽ, ഞാൻ എപ്പോഴും പറയും, നാം ദൈവസന്നിധി വിശ്വസ്തയോടെ കർത്താവിനെ സേവിച്ചാൽ നമ്മുടെ ബാക്കി കാര്യങ്ങൾ കർത്താവ് നോക്കിക്കൊള്ളും. നമുക്കുള്ളത് കർത്താവ് തരും. നമ്മൾ മറ്റുള്ളവരെ നോക്കാം, അവർക്ക് ധാരാളം കാണും, സമൃദ്ധി കാണും. നമുക്കുള്ളത് നമുക്ക് തരും, അത് മതി. ജീവനും ഭക്തിക്കും വേണ്ടത് തരാമെന്നേ കർത്താവ് പറഞ്ഞുള്ളൂ. ഇവിടെ നമ്മളൊന്നും ഒത്തിരി വാരി കൂട്ടിയിട്ട് നമ്മൾ ആരും അതൊന്നും കൊണ്ടുപോകയില്ലല്ലോ. ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവിന്റെ ശബ്ദം എന്നെ ഒന്ന് കേൾപ്പിക്കണം, നിന്റെ ഹിതം എന്നെ ഒന്ന് അറിയിക്കണമേ, എന്നോട് കർത്താവിന് എന്താണ് പറയാനുള്ളത് അതൊന്ന് പറയണമേ എന്ന് പറഞ്ഞ് ചെവി കൊടുക്കുവാനും, ആ മൂന്നാമത്തത് അത് കേൾക്കുവാനും ഒരു സമർപ്പണം നമുക്കുണ്ടാകട്ടെ. നാലാമത്തെ കാര്യമാണ് ഏറ്റവും പ്രധാനം. പലരെ സംബന്ധിച്ച് ആദ്യം പറഞ്ഞ മൂന്നുമുണ്ട്. അവർ ദൈവസന്നിധി ജാഗരിക്കും, അവർ കാത്തു നിൽക്കും, അവർ ദൈവശബ്ദം കേൾക്കും, പക്ഷെ കേട്ടിട്ട് അവരുടെ വഴിക്കൂടെ അപ്പുറത്തൂടെ അങ്ങ് പോകും. എന്നാൽ അതല്ല, കേട്ടനുസരിക്കുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ. ഹല്ലേലൂയ. ആ നാലാമത്തെ കാര്യമാണ് അല്പം ബുദ്ധിമുട്ട്. കാരണം എന്താണെന്നറിയാമോ? കർത്താവ് പലപ്പോഴും നമ്മളോട് പറയുന്ന ശബ്ദം നമുക്കെപ്പോഴും നമ്മുടെ ബുദ്ധിക്ക് നിരക്കാത്തതോ നമുക്ക് ഇഷ്ടമല്ലാത്തതോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ കർത്താവ് പറയുന്നത്. നാം പ്രതീക്ഷിക്കുന്നത് മാത്രമായിരിക്കില്ല കർത്താവ് നമ്മളോട് പറയുന്നത്. അതിനൊക്കെ തെളിവുണ്ട്, ഞാൻ അങ്ങോട്ടങ്ങ് പോകുന്നില്ല. ചിലപ്പോൾ കർത്താവ് നമ്മളോട് പറയുന്നത് നമ്മുടെ ബുദ്ധിക്ക് നിരക്കാത്തതായിരിക്കും. ഒരു എക്സാമ്പിൾ, ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം. നമുക്കിപ്പോ ഒരാളോട് വിരോധമുണ്ടെന്നിരിക്കട്ടെ, നാം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മളോട് പറയാ, നീ ആളിനോട് പോയി സോറി പറ. നമുക്ക് നിരക്കുമോ? നമ്മൾ പറയും, കർത്താവെ ഞാൻ ഒന്നും ചെയ്തില്ല, അവരെ എന്നോട്. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഞാൻ പറഞ്ഞത്, കർത്താവിന്റെ ശബ്ദം എപ്പോഴും നമ്മൾ വിചാരിക്കും നമുക്ക് എന്താ സന്തോഷകരമായ ശബ്ദങ്ങളാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. കർത്താവ് ചിലപ്പോൾ നമ്മളോട് ആമേൻ ഹല്ലേലൂയ ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് നമ്മുടെ ബുദ്ധിക്ക് നിരക്കാത്തതോ അത് നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാത്തതോ ആയിരിക്കാം. എങ്കിൽ പോലും ദൈവത്തിന്റെ ശബ്ദത്തിന് ആമേൻ ഹല്ലേലൂയ നാം അനുസരിക്കുമെങ്കിൽ നമ്മളാണ് ഭാഗ്യവാന്മാർ. ഇവിടെ വായിച്ച വാക്യത്തിൽ അതാ പറഞ്ഞേ, വാക്ക് കേട്ട് പറഞ്ഞു, എന്റെ പടിവാതിൽക്കൽ ജാഗരിച്ച് എന്റെ വാതിൽ കട്ടിളയ്ക്കൽ കാത്ത് എന്റെ വാക്ക് കേട്ടനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഈ 4 കാര്യങ്ങളും നാം ചെയ്തെങ്കിൽ മാത്രമേ ആ ഭാഗ്യവാന്മാരുടെ ലിസ്റ്റിൽ നമ്മൾ വരത്തുള്ളൂ. ജാഗരിച്ചത് കൊണ്ടോ, കാത്തു നിന്നതുകൊണ്ടോ, കേട്ടതുകൊണ്ടോ ആ ഭാഗ്യം നമുക്ക് ലഭിക്കയില്ല. അനുസരിക്കണമെങ്കിൽ കേൾക്കണം, കേൾക്കണമെങ്കിൽ കാത്തു നിൽക്കണം, കാത്തു നിൽക്കുക, ജാഗരിക്കുക. ഞാൻ ഇനിയും അത് ആവർത്തിക്കുന്നില്ല. നിങ്ങളുടെ ഉള്ളിലേക്ക് ആ വചനം കയറി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അടുത്ത പദത്തിലേക്ക് ഞാൻ വേഗം വരികയാ. എന്താ ഈ ഭാഗ്യവാൻ? ഈ ഭാഗ്യവാൻ എന്നുള്ള പദത്തിന് കൊടുക്കുന്ന ഡെഫിനിഷൻ വ്യത്യസ്തമാണ്. ഇപ്പൊ 4 മക്കളുണ്ടല്ലോ, 2 മക്കളുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ചോദ്യം നിങ്ങൾക്കും അറിയാം, മക്കൾ എവിടാ? മക്കള് UK അല്ലെങ്കിൽ സ്റ്റേറ്റ്സില് അല്ലെങ്കിൽ കാനഡയില്. ഭാഗ്യവാനാ, ഭാഗ്യവതിയ. ഓക്കെ. അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഏറ്റവും കൂടിയ വാഹനം അല്ലെങ്കിൽ നല്ല വീട്, ഇതൊക്കെ നോക്കിയിട്ട് അവര് ഭാഗ്യമുള്ളവരാ. നമ്മൾ ഇങ്ങനെയൊക്കെയാ ഭാഗ്യത്തെ വിലയിരുത്തുന്നത്. പക്ഷേ ലോകം വിലയിരുത്തുന്ന ഭാഗ്യമല്ല ദൈവത്തിന്റെ വചനം പറയുന്ന ഭാഗ്യാവസ്ഥ. ആദ്യം ഞാൻ പറഞ്ഞതുപോലെ 32-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നു, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഒന്നാമത്തെ നമ്മുടെ ഭാഗ്യാവസ്ഥ ഞാൻ പറഞ്ഞു, നമ്മുടെ ലംഘനം ക്ഷമിക്കപ്പെട്ടു, പാപം ക്ഷമിക്കപ്പെട്ടു, ദൈവമക്കളായി തീരുവാൻ ലഭിച്ച ആ പദവിയാണ് ഏറ്റവും വലിയ ഭാഗ്യം. മറ്റൊന്ന്, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. 84-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുന്നുണ്ട്, Psalms 84. അപ്പം ബലം നിന്നിൽ, ദൈവത്തിൽ നമുക്കൊരു ബലമുണ്ടോ? ഹബക്കൂക്ക് പറഞ്ഞല്ലോ, എപ്പോഴെങ്കിലും സന്തോഷം എന്റെ ബലം. ദൈവമക്കളെ, നമുക്ക് എന്തെങ്കിലും അഭിമാനിക്കാനുണ്ടെങ്കിൽ, നമുക്ക് പുകഴാനുണ്ടെങ്കിൽ, നമുക്ക് ബലം ഉണ്ടെന്ന് പറയാനുണ്ടെങ്കിൽ, നമ്മുടെ സാമ്പത്തിക ഒന്നുമില്ല, നമ്മുടെ മക്കളുടെ ബലമോ അല്ലെങ്കിൽ മറ്റ് ആ ലോകത്തിൽ യാതൊരു കാര്യത്തിലും നമുക്ക് ബലമുണ്ടെന്ന് പറയുവാൻ നമുക്ക് കഴിയുമോ? അതൊക്കെ ഒരു നിമിഷ നേരത്തേക്കേ ഉള്ളൂ. എന്നാൽ ഹബക്കൂക്ക് പറയുന്നു, യഹോവയെങ്കിലെ സന്തോഷം എന്റെ ബലം. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇപ്പൊ നമ്മൾ ഭാഗ്യവാൻ എന്ന് ഇവിടെ പറയുമ്പോൾ ഈ കർത്താവിന്റെ സന്നിധിയിൽ ജാഗരിച്ച് കാത്തുനിന്ന് ദൈവത്തിന്റെ ശബ്ദം കേട്ട് അനുസരിച്ചാൽ ഈ പറയുന്ന ഭൗതികമായ ഭാഗ്യത്തിന്റെ കാര്യം ഒന്നുമല്ല വചനം പറയുന്നത്. ആമേനെ യഹോവയെങ്കിലെ സന്തോഷമുള്ളവൻ, ദൈവത്തിൽ സന്തോഷം ഒന്നുമില്ലെങ്കിലും ഹബക്കൂക്ക് പറഞ്ഞല്ലോ അവിടെ, ആമേൻ ഗോശാലകളിൽ കന്നുകാലികൾ കാണുകയില്ല, ഒലിവൃക്ഷം ഫലം തരികയില്ല, അറ്റു തളിർക്കയില്ല, ആമേൻ ഒന്നുമില്ലെങ്കിലും എനിക്കൊരു സന്തോഷമുണ്ട്, യഹോവയെങ്കിലെ സന്തോഷം എന്റെ ബലം. ഇന്ന് രാത്രി പറയുവാൻ കഴിയുമോ? എന്റെ ജീവിതത്തിൽ
തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷിക്കുവാൻ മറ്റൊന്നുമില്ല. ഹല്ലേലൂയ. പക്ഷേ യഹോവയെങ്കിൽ എനിക്കൊരു സന്തോഷമുണ്ട്, അതാണ് എന്റെ ബലമെന്ന് പറയുവാൻ കഴിയും. അവരാണ് ഭാഗ്യവാന്മാർ. മറ്റൊന്ന്, ഞാന് ഈ സൂമിൽ കയറിയപ്പോൾ ഒരു മോള് വചനം ഷെയർ ചെയ്യുന്ന ഞാൻ കേട്ടപ്പോൾ പറഞ്ഞ ഒരു വാക്യം ഞാൻ ഇന്ന് എടുത്ത അതേ വാക്യമാ. അതായത് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ, ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നത് നമുക്കറിയാം, അല്പം മുമ്പ് നമ്മൾ കേട്ടു. മറിയയോട് ദൂതൻ വന്ന് പറഞ്ഞു, നീ ഗർഭിണിയാകും, ഒരു മകനെ പ്രസവിക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ ഒരു സംശയം ചോദിച്ചു, ഞാൻ പുരുഷനെ അറിയാകിയാൽ ഇതെങ്ങനെ സംഭവിക്കും? അതിന്റെ ആൻസർ, ന്യായമായ ഒരു ചോദ്യമാണ് അവൾ ചോദിച്ചത്. ആൻസർ ദൂതൻ കൊടുത്തു. ഉടനെ അവൾ പറഞ്ഞു, ഞാൻ നിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. പറഞ്ഞു വിടാനും പ്രസംഗിക്കാനും ഒക്കെ എളുപ്പമുള്ള കാര്യമാണ്. പക്ഷേ അന്നത്തെ പശ്ചാത്തലവും അവളുടെ സാഹചര്യവും നോക്കിയാൽ ഒരിക്കലും അവൾക്ക് അങ്ങനെ പറയാൻ കഴിയുകയില്ല. വിവാഹത്തിന് മുൻപ് ഒരു പെൺകുട്ടി ഗർഭിണിയായെന്ന് അറിഞ്ഞാൽ അവൾ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടാൻ ഉള്ള നിയമം ഇരിക്കുന്ന ആ സമയത്താണ് അവള് സ്വയം സമർപ്പിച്ചു കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് താഴേക്ക് വരുമ്പോൾ എലിശബത്ത് അവളെ കണ്ടപ്പോൾ പറഞ്ഞൊരു പദമുണ്ട്, കർത്താവ് തന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വചനം കേൾക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, ദൈവാത്മാവ് വിവിധ സമയങ്ങളിൽ വചനത്തിലൂടെ ദാസന്മാരിൽ കൂടെ നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ദർശനത്തിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് അരുളി ചെയ്ത ചില വാഗ്ദത്തങ്ങൾ ഇന്നും ശേഷിപ്പില്ലേ? അത് നടക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? യഹോവ തന്നോട് അരുളി ചെയ്തത് നടക്കുമെന്ന് സംഭവിക്കുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അപ്പോൾ ഞാനും നിങ്ങളും ഇന്ന് ഹല്ലേലൂയ വചനം കേൾക്കുമ്പോൾ നമ്മെ നോക്കി കർത്താവ് പറയുമോ, ആമേൻ, അവൾ ഭാഗ്യവതിയാണ്. കാരണം ഞാൻ നാളുകൾക്ക് മുൻപ് പറഞ്ഞ ദീർഘവർഷങ്ങളായി എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ പറയുവാനുണ്ട്, ഞാൻ ഒന്നിലേക്കും കിടക്കുന്നില്ല. ദീർഘവർഷങ്ങളായി കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുള്ള ചില വാഗ്ദത്തങ്ങൾ നാളുകൾ കഴിഞ്ഞു പോയത് കൊണ്ട് അതിന് നടക്കയില്ലെന്ന് പറഞ്ഞ് മാറ്റിവെച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഹല്ലേലൂയ ഈ സമയം പരിശുദ്ധാത്മാവ് ഒരിക്കൽ കൂടെ നിങ്ങളെ ഉത്തേജിപ്പിക്കുകയാ. അങ്ങനെ മാറ്റിവെക്കണ്ട, തന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും പേര് വിളിച്ച് പരിശുദ്ധാത്മാവ് പറയുന്നു, നീയാണ് ഭാഗ്യവതി. ഇന്ന് രാത്രി ആ ഭാഗ്യാവസ്ഥയിലേക്ക് മടങ്ങി വരുവാൻ പരിശുദ്ധാത്മാവ് ചിലരെ വിളിക്കുകയാണ്. എന്നോട് അരുളി ചെയ്ത വാഗ്ദത്തങ്ങളോ ഇത്ര വർഷമായില്ലേ, അതൊന്നും നടന്നില്ല, ഇനി നടക്കുകയില്ലെന്ന് പറഞ്ഞ് തള്ളിക്കളയുവാനല്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, തന്നോട് അരുളി ചെയ്തത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചവൾ. ഓ ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ ഭാഗ്യ അവസ്ഥയിലേക്ക്, ആ ലിസ്റ്റിലേക്ക് കടന്നു വരുവാൻ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും പേര് ചൊല്ലി വിളിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളോട് പറഞ്ഞിട്ടുള്ള വാഗ്ദത്തങ്ങൾ ഒരുപക്ഷെ അത് കാലിൽ ചാരം മൂടി കിടക്കിയായിരിക്കാം, മണ്ണ് മൂടി കിടക്കിയായിരിക്കാം, അതിന്റെ മേൽ ഫെലിസ്ത്യ ശക്തികൾ മണ്ണിട്ടിട്ടുണ്ടായിരിക്കാം. ഇന്ന് രാത്രി ആത്മാവിൽ ഞാനൊരു ദൂത് വിളിച്ചു പറയാം, കാലിൽ അബ്രഹാം കുഴിച്ച കിണറ് ഫെലിസ്ത്യർ മണ്ണിട്ട് മൂടി. എന്നാൽ ഇസഹാക്ക് നോക്കിയിരുന്നില്ല, അവനത് വീണ്ടും കുഴിക്കുവാൻ തയ്യാറായി. ഷണ്ടയുടെ ഇടയന്മാർ വന്നു, 1, 2, 3 മാറിപ്പോയി കുഴിച്ചു. എന്നാൽ ഹല്ലേലൂയ ഒരു ഒരു രഹബോത്ത് വെളിപ്പെടുന്നത് വരെ ഇസഹാക്ക് കുടിച്ചതുപോലെ ചില വാഗ്ദത്തങ്ങൾ, മണ്ണിട്ട് മൂടി കിടക്കുന്ന വാഗ്ദത്തങ്ങൾ, ഫെലിസ്ത്യ ശക്തികൾ തകർത്തു കളഞ്ഞെന്ന് പറയുന്ന ചില വാഗ്ദത്തങ്ങൾ വരും ദിവസങ്ങൾ വെളിപ്പെട്ടു വരുവാൻ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തില് ചേരെ നോക്കി ആത്മാവ് ആലോചന പറയുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ ഇന്ന് മണ്ണ് മൂടി കിടക്കുന്ന ചില ഹല്ലേലൂയ വാഗ്ദത്തങ്ങൾ അത് വെളിപ്പെട്ടു വരുമെന്ന് പരിശുദ്ധാത്മാ വ്യക്തമായി നിങ്ങളോട് ചിലരോട് ദൈവാത്മാവ് ഇടപെടുകയാണ്. രഹബോത്ത് വെളിപ്പെടും. ഹല്ലേലൂയ കേട്ടോ. ആമേൻ. ഹല്ലേലൂയ. എന്ന് വന്ന് മണ്ണ് മൂടി കിടക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല. പക്ഷേ കുഴിക്കുന്ന ചില ഇസഹാക്കുമാര് എഴുന്നേറ്റ് വരുവാൻ ദൈവാത്മാവ് ആലോചന പറയുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. അതാണ് നമ്മുടെ ഭാഗ്യാവസ്ഥ. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞു. ഞാന് 103-ാം സങ്കീർത്തനത്തിന്റെ 20-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ആരാണ് ഭാഗ്യവാൻ? എന്താണ് ഈ ഭാഗ്യാവസ്ഥ? അവിടെ പറയുന്നു, എന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് എന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായുള്ളവരെ. അപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് വചനത്തിന്റെ ശബ്ദം, ആജ്ഞ കേൾക്കുക, അനുസരിക്കുക. അങ്ങനെ അനുസരിച്ചാൽ ഭാഗ്യവാന്മാർ. 103-ാം സങ്കീർത്തനം 20-ൽ പറയുന്നു, എന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് എന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാർ. അപ്പൊ അവർക്കുള്ളൊരു പേര് കണ്ടോ? അതാണ് ഭാഗ്യം. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ വീടോ കാറോ ഒന്നുമല്ല. ദൈവാത്മാവ് നമ്മളെ നോക്കി വിളിക്കും, നീ ഒരു പ്രാർത്ഥനാ വീരയാണ്, നീ ഒരു പ്രാർത്ഥനാ വീരനാണ് എന്നുള്ളൊരു ഭാഗ്യ അവസ്ഥയിലേക്ക് ദൈവം നമ്മളെ നടത്തും, വചനം കേട്ടനുസരിച്ചാൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ
വീരരുടെ ലിസ്റ്റിലേക്ക് കടന്നു വരുവാൻ ചിലരെ ദൈവാത്മാവ് ഇന്ന് ഹല്ലേലൂയ ഈ സമയത്ത് ശക്തമായി ഉത്ബോധിപ്പിക്കുകയാ. നിങ്ങളുടെ ഉള്ളിൽ ദൈവാത്മാവ് സ്പർശിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയാ. പ്രാർത്ഥന വീരരെന്നുള്ള ലിസ്റ്റിലേക്ക് വാ. കേവലം ഒരു പ്രാർത്ഥന കൊണ്ടല്ല, കർത്താവേ അത് ചെയ്തു തരണമേ, ഇത് ചെയ്തു തരണമേ എന്ന് പറഞ്ഞ് വിടുന്ന ഒരു പ്രാർത്ഥനയല്ല. പ്രാർത്ഥന വീരരുടെ ലിസ്റ്റിലേക്ക് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിങ്ങളെ ക്ഷണിക്കുകയാണ്. എന്താ പ്രാർത്ഥനാ വീരരുടെ പ്രത്യേകത? ദൈവവചനത്തിൽ പ്രാർത്ഥനാ വീരർ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പരിശോധിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ കാണുവാൻ കഴിയും. അതിനു മുൻപ് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു കൊള്ളട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സമയം പോകുന്നത് കൊണ്ടൊന്ന് ഓടിപ്പോവുകയാണ്. അനുസരിക്കുക എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ വിട്ടതല്ല, മുൻപോട്ട് പോയി. അവിടെ ദൈവവചനത്തിന്റെ ശബ്ദം കേട്ട് അനുസരിച്ച് ഒത്തിരി പേരെ വചനത്തിൽ കാണാൻ പറ്റും. മോശ ദൈവത്തിന്റെ ശബ്ദത്തോട് പ്രതികരിച്ചു. നമ്മൾ ഒരു ദൈവശബ്ദം കേൾക്കുമ്പോൾ ആ ദൈവശബ്ദത്തോട് നമ്മൾ എന്ത് ചെയ്യണം? പ്രതികരിക്കണം, പോസിറ്റീവായിട്ട് പ്രതികരിക്കണം. മോശ ആദ്യം നെഗറ്റീവ് ഒക്കെ പറഞ്ഞു. മോശയെ വിളിച്ചു. ചരിത്രം നമുക്കറിയാം. ഇസ്രായേൽ ജനത്തെ മിസ്രയീമിന്റെ കഷ്ടതയിൽ നിന്ന് വിടുവിക്കുവാൻ മോശയെ ദൈവം തിരഞ്ഞെടുത്തു, അവനോട് സംസാരിച്ചു. പക്ഷെ മോശ ആദ്യം പറഞ്ഞു, എന്റെ നാവ് തടിച്ചതാണ്, ഞാൻ വിക്കനാണ്, എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, നീ മറ്റാരെയെങ്കിലും തിരഞ്ഞെടുക്കണം. പല പ്രാവശ്യം പറഞ്ഞപ്പോൾ യഹോവയ്ക്ക് അവിടെ കോപം വന്നെന്നാ കാണുന്നത്. എന്നിട്ട് മോശയുടെ നിർബന്ധപ്രകാരം അഹരോനെ നാവായിട്ട് കൊടുത്തു. ഞാൻ പറഞ്ഞത് ഒരു ദൂതൻ ഞാൻ പറയാം. ദൈവം നമ്മെ ചില ശുശ്രൂഷകളെ ഏൽപ്പിച്ചാൽ, ചില നിയോഗങ്ങൾ നമുക്ക് തന്നാൽ, മോശ തേടിപ്പോയതല്ലല്ലോ, ദൈവം അവനെ വിളിച്ചു വരുത്തി ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചു കൊടുത്തതല്ലേ. ഇന്നത്തെ ആത്മീക ലോകത്തിൽ അനേക കാര്യങ്ങൾ എന്താ പറയുന്നത്, സ്ഥാനത്തിനു വേണ്ടി, മാനത്തിനു വേണ്ടി, മറ്റു പലതിനും വേണ്ടി കൈവശമാക്കാൻ തത്രപ്പെട്ട് കൈവശമാക്കുന്നവരുണ്ട്. അവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. വചനം പറയുന്നു, ദൈവം നമ്മൾ മാറി നിന്നാലും ചിലരെ വിളിച്ച് ചിലതിലേക്ക് ആക്കും, ചില നിയോഗങ്ങൾ കൊടുക്കും. ആ സമയത്ത് നമ്മൾ ഒഴിഞ്ഞു മാറുവാൻ ശ്രമിക്കരുത്. മോശയുടെ ചരിത്രം അതാ കാണുന്നത്. കർത്താവിന് കോപം വന്നു. ഞാൻ ചിന്തിക്കുന്നു, മോശ ആദ്യമേ അടിയനീതാ എന്ന് സമർപ്പിച്ചിരുന്നെങ്കിൽ അഹരോന്റെ ആവശ്യം പോലും അവിടെ വരില്ല. മോശയെ കൊണ്ട് തന്നെ ദൈവം അത് ചെയ്യിക്കുമായിരുന്നു. പക്ഷെ മോശ പല പ്രാവശ്യം ഒഴിവുകഴിഞ്ഞ് പറഞ്ഞെങ്കിലും പിന്നെ ആ മോശ ദൈവത്തിന്റെ ആ ശബ്ദത്തോട്, ആലോചനയോട് പ്രതികരിച്ചത് കൊണ്ട് അവനെ പോലെ ഒരു നേതാവ് പിന്നീട് ഉണ്ടായിട്ടില്ല. ഇസ്രായേൽ ജനത്തെ ശക്തമായി നടത്തുവാൻ തക്കവണ്ണം മോശയെ ദൈവം ഉപയോഗിച്ചതുപോലെ ഹല്ലേലൂയ അനുസരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമാണ്. ദൈവം നമ്മളെ ഏൽപ്പിക്കുന്ന ശുശ്രൂഷകൾ, അത് ചെറുതോ വലുതോ ആകട്ടെ, അത് നാം വിശ്വസ്തയോടെ ചെയ്താൽ ദൈവം നമ്മെ മാനിക്കുന്ന ഒരു ദൈവമാണെന്ന് മോശയുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കും. മറ്റൊരു വ്യക്തിയാണ് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ സാമുവൽ ദൈവത്തിന്റെ വിളിയോട് പ്രതികരിച്ചു. യഹോവയെ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കാമെന്ന് പറഞ്ഞു. യഹോവയെ അവനോട് അരുളി ചെയ്തു. ആ കാര്യങ്ങളൊക്കെ അവൻ ഏറ്റെടുത്തു. ഞാൻ വിശദീകരിക്കുന്നില്ല. അവൻ വിശ്വസ്തയോടെ കർത്താവ് ഏൽപ്പിച്ച ദൗത്യം ചെയ്തു. അതുകൊണ്ട് ദാൻ മുതൽ ബേർശേബ വരെ വിശ്വസ്ത പ്രവാചകൻ എന്ന പേരിൽ ഇന്നും നാം സാമുവലിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാ. പ്രിയ സഹോദരിമാരെ, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒരുപക്ഷെ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരിക്കും കർത്താവ് നമ്മളോട് പറയുന്ന കാര്യമെങ്കിലും നാം അത് ആത്മാർത്ഥതയോടെ, സമർപ്പണത്തോടെ ഏറ്റെടുത്താൽ ദൈവം നമ്മെ ശക്തമായി കർത്താവിന് വേണ്ടി ഉപയോഗിക്കുവാൻ ദൈവം വിശ്വസ്തനാണെന്ന് അവരുടെയൊക്കെ ജീവചരിത്രം നമ്മളെ പഠിപ്പിക്കുകയാ. മറ്റൊരാളാണ് നമുക്കറിയാം, പത്രോസ്. രാത്രി മുഴുവൻ അവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. പക്ഷെ കർത്താവ് അടുത്ത് വന്നിട്ട് പറയുകയാ, നീ വലത്തു ഭാഗത്ത് വല വീശ. പത്രോസ് എന്താ പ്രതികരിച്ചത്? പത്രോസിന് വേണമെങ്കിൽ പറയാമായിരുന്നു, നിന്നേക്കാളൊക്കെ ഈ ഗലീലക്കടലിന്റെ എല്ലാ സൈഡും മൂലയും ഒക്കെ എനിക്ക് പരിചയമുള്ളതാ, ഞാനിവിടെ എല്ലാം അധ്വാനിച്ചിട്ട് കിട്ടിയില്ല, നീ കടലിന്റെ ഒന്നും അറിയാത്ത നീ പറയുന്നത് ഞാൻ കേട്ടാൽ എന്ത് സംഭവിക്കുന്നൊക്കെ ചോദിക്കാമായിരുന്നു. പക്ഷേ നോ, അവൻ പറഞ്ഞു, നാഥാ, രാത്രി മുഴുവൻ ഞാൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, പക്ഷേ നിന്റെ വാക്കിന് ഞാൻ മലയിറക്കാമെന്ന് പറഞ്ഞ് അവൻ അനുസരിച്ചത് കൊണ്ട് അവന്റെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ കാണുവാൻ ഇടയായതുപോലെ പരിശുദ്ധാത്മാവ് ഈ സമയം ചില ദൂത കൈമാറുകയാ. നിങ്ങളുടെ അധ്വാനം കൊണ്ട് വർഷങ്ങൾ നിങ്ങൾ അധ്വാനിച്ചിട്ടോ, ശ്രമിച്ചിട്ടോ, പരിശ്രമിച്ചിട്ടോ നിങ്ങൾക്ക് കൈവശമാക്കുവാൻ കഴിയാത്ത ചില നന്മകൾ ഹല്ലേലൂയ, ഹല്ലേലൂയ, കടലിന്റെ അടിത്തട്ടിൽ പത്രോസിന് വേണ്ടി മറച്ചു വെച്ചതുപോലെ ഹല്ലേലൂയ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരു പക്ഷേ ശ്രമിച്ചാൽ നിങ്ങളുടെ കരത്തിൽ വരികയില്ല, അധ്വാനിച്ചാൽ വരികയില്ല. പക്ഷേ പ്രാർത്ഥിക്കുമെങ്കിൽ, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമെങ്കിൽ, അതിനനുസരിക്കാമെന്ന് സമർപ്പിക്കുമെങ്കിൽ ചില അത്ഭുതങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്യുമെന്ന് ഇന്ന് രാത്രി വചനത്തിന്റെ അധികാരത്തിൽ ഞാൻ ദൂത് കൈമാറുകയാണ്. യോബിന്റെ പുസ്തകം 38-ാം അധ്യായത്തിന്റെ അവസാനത്തിൽ ഒരു വാക്യമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വാക്യമാണ്. കാക്കക്കുഞ്ഞുങ്ങൾ, കർത്താവ് യഹോവയായ ദൈവം യോബിനോട് ചോദിക്കുക, യോബേ, കാക്കക്കുഞ്ഞുങ്ങൾ ഉഴന്ന് നിലവിളിക്കുമ്പോൾ, തീൻ കിട്ടാതെ ഉഴന്ന് നിലവിളിക്കുമ്പോൾ അതിന് തീനെത്തിച്ചു കൊടുക്കുന്നതാരാണ്? പ്രൈസ് ദി ലോർഡ്. ആ പദം എന്നെ വളരെ സ്ട്രൈക്ക് ചെയ്ത ഒരു പദമാണ്. തീനെത്തിച്ചു കൊടുക്കുകയാ.
34 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ബാലസിംഹങ്ങൾ ഇര കിട്ടാതെ വിശന്നിരിക്കും, പക്ഷേ യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. ഒരിക്കൽ ദൈവാത്മാവ് ഈ 2 വചനം കൂടെ ലിങ്ക് ചെയ്ത് എന്നോടൊരു ചോദ്യം ചോദിച്ചു. എന്നോട് വ്യക്തിപരമായി ചോദിച്ച ചോദ്യമാ, ബാലസിംഹങ്ങൾക്ക് ഇര കിട്ടാതിരിക്കാൻ സാധ്യതയില്ല. കാരണം ഒന്നാമത് സിംഹം കഴിവുള്ള മൃഗമാ, പിന്നെ ബാലസിംഹം കൂടെ ആകുമ്പോൾ അവന് യൗവന ശക്തിയുണ്ട്. അവൻ കാട്ടിലേക്ക് ഇറങ്ങി ഒരു ശബ്ദം പുറപ്പെടുവിച്ചാൽ അവന്റെ മുൻപിൽ കൂടെ അനേകം മൃഗങ്ങൾ ഓടും, ഇരകൾ ഓടും. അവന് ഈസി ആയിട്ട് ഇര സമ്പാദിക്കുവാൻ കഴിയും. എന്നാൽ അതിനു പോലും ചിലപ്പോൾ ഇര കിട്ടാതിരിക്കുമ്പോൾ യോബിനോട് ചോദിക്കുകയാ, വിശന്നിട്ട് കൂട്ടിലിരുന്ന് ഉഴന്ന് നിലവിളിക്കുന്ന കാക്കക്കുഞ്ഞിന് തീൻ എത്തിച്ചു കൊടുക്കുന്നു. അതിന്റെ മുൻപിൽ ഒരു ബിസ്ക്കറ്റ് കിടക്കുന്നത് കണ്ടാൽ ആ കാക്കക്കുഞ്ഞിന് പറന്ന് താഴെ വന്ന ബിസ്ക്കറ്റ് എടുക്കുവാൻ കഴിവില്ല. എന്നാൽ അതിനെ എത്തിച്ചു കൊടുക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. 2 പദം കൂടെ മനസ്സിലായോ? ബാലസിംഹം, കഴിവുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, യോഗ്യതയുണ്ട്, പലതും ഉണ്ടെന്ന് പറയുന്നവർക്ക് ലഭിക്കാതിരിക്കുമ്പോൾ, നീ ഒന്നും തേടിപ്പോയില്ലെങ്കിലും, നിനക്ക് റെക്കമെൻഡ് ചെയ്യാൻ ആരുമില്ലെങ്കിലും, നീ ഇരിക്കുന്ന ഇടത്തിരുന്ന് നിലവിളിച്ചാൽ നിന്റെ കയ്യിൽ എത്തിച്ചു തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന്. ഓ ഹല്ലേലൂയ. ഇന്ന് രാത്രി വചനത്തിന്റെ അധികാരത്തിൽ നിസ്സംശയം ഞാൻ വിളിച്ചു പറയുകയാ, നമുക്ക് വേണ്ടി എത്തിച്ചു തരുന്ന ഒരു ദൈവം. അനുസരിക്കുവാൻ തയ്യാറാണോ? പ്രതികരിക്കുക. ദൈവശബ്ദത്തോട് പോസിറ്റീവായിട്ട് പ്രതികരിക്കുവാൻ തയ്യാറാണോ? ദൈവം അത്ഭുതം ചെയ്തിരിക്കും. വേഗത്തിൽ ഞാൻ താഴേക്ക് വരട്ടെ. ഞാൻ പറഞ്ഞു അവസ്ഥ, ഞാൻ പറഞ്ഞു നമ്മുടെ ഭാഗ്യം. വീരന്മാർ, പ്രാർത്ഥന വീരരുടെ ലിസ്റ്റിലേക്ക് നാം വരണമെന്ന് ഞാൻ പറഞ്ഞു. ഹല്ലേലൂയ. ഇനി ആ വീരന്മാരുടെ പ്രത്യേകത കൂടെ പറഞ്ഞ് വേഗത്തിൽ അവസാനിപ്പിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാ. 2 സാമുവേലിന്റെ പുസ്തകം 23-ാം അധ്യായത്തിന്റെ 2 സാമുവേൽ ചാപ്റ്റർ 23 വേഴ്സ് 8 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ അവിടെ വീരന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ വായിക്കേണ്ട, ദൂത് ശ്രദ്ധിക്കുക, പിന്നെ നിങ്ങൾ വായിച്ചാൽ മതി. അവിടെ 1-ാമത്തെ വീരന്റെ പേര് യോശേബ് ബേഷ്ബത്ത്. അവൻ ചെയ്തത് എന്താണെന്ന് അറിയാമോ? 800 പേരെ ഒരേ സമയത്ത് ആക്രമിച്ചു കൊന്നു. അതായത് ഇസ്രായേലിനെ എന്നോട് എതിർക്കുവാൻ വന്ന ഫെലിസ്ത്യർ ആക്രമിക്കുവാൻ വന്നപ്പോൾ 800 പേരെ ഒറ്റ ഒരുത്തനായിട്ട് നിന്ന് ആക്രമിച്ചു കൊന്നു. 2-ാമത്തേത് എലയാസറാണ്. അവനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയ ഒരു വാക്യമാണ്. അവിടെ പറയുകയാ, അവന്റെ കൈ തളർന്നു വാളോട് പറ്റുന്നത് വരെ അവൻ വെട്ടി. പ്രൈസ് ദി ലോർഡ്. യഹോവ അവന് മഹാജയം നൽകി. മറ്റൊരു പദം അവിടെ പറയുന്നുണ്ട്, അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ പിന്നെ വായിച്ചാൽ മതി ശാന്തമായി. 2 സാമുവേൽ 23-ാം അധ്യായം വായിക്കുക. അവിടെ നമ്മൾ കാണുന്ന വേറൊരു കാര്യമുണ്ട്. ഇസ്രായേൽ ജനം യുദ്ധത്തിന് വന്നിട്ട് ഫെലിസ്ത്യ ശക്തികൾ അണിനിരക്കുന്നത് കണ്ട് പലരും യുദ്ധസന്നദ്ധരായി വന്നവർ പിന്മാറിപ്പോയി. ആ സ്ഥാനത്താണ് ഈ എലയാസർ ഒറ്റയ്ക്ക് നിന്ന് തന്റെ കൈ തളർന്ന വാളോട് പറ്റുന്നത് വരെ, അതൊക്കെ ഒത്തിരി വിശദീകരിക്കേണ്ട കാര്യമാണ്. തളർന്ന കൈകളെ ബലപ്പെടുത്തുവീൻ. യെശയ്യാ 35 നമ്മൾ വായിക്കുന്നുണ്ട്. ഇന്ന് ഹാലിൽ വചനത്തിന് മുൻപാകെ നിങ്ങൾ ആരെങ്കിലും എഴുന്നേറ്റ് പ്രവർത്തിക്കുവാൻ കഴിയാതെ വണ്ണം കൈ തളർന്നിരിക്കുന്നുണ്ടോ? ആത്മീയമായിട്ടാ ചോദിക്കുന്നത്. അതിനെ ശക്തിപ്പെടും. കൈ തളർന്നു വാളോട് പറ്റുന്നത് വരെ അവൻ വെട്ടി. ദൈവജനത്തിന്റെ വിടുതൽ ലഭിക്കുന്നത് വരെ. കേട്ടോ, അതിന്റെ ആത്മീയ അർത്ഥം ഇതാ. നാം പ്രാർത്ഥനയിൽ പോരാടണം. എപ്പോൾ വരെ? നാം തളർന്നെന്ന് തോന്നിയാലും, ക്ഷീണിച്ചെന്ന് തോന്നിയാലും, എനിക്ക് ഉപവസിക്കാൻ ബലമില്ല കർത്താവേ എന്ന് തോന്നിയാലും, എസ്തേർ പറഞ്ഞതുപോലെ ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ, ഞാൻ ഉപവസിക്കും, ഞാൻ പ്രാർത്ഥിക്കും, പ്രാർത്ഥനയിൽ ഞാൻ പോരാടും. കൈ തളർന്ന് വാളോട് പറ്റുന്നത് വരെ അവൻ ദൈവജനത്തിനു വേണ്ടി ഹല്ലേലൂയ നിന്നതുപോലെ, ശത്രു സംഹാരത്തിന് അവൻ നിന്നതുപോലെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ജനരോട് പറയുന്നു, പ്രാർത്ഥനാ മുറിയിൽ കയറ്. നീ തളർന്നു പോകുന്നെന്ന് തോന്നിയാലും, ക്ഷീണിച്ചു പോകുന്നെന്ന് തോന്നിയാലും, വിജയം ലഭിക്കുന്നത് വരെ പ്രാർത്ഥനയിൽ പോരാടുവാൻ അവരാണ് പ്രാർത്ഥനാ വീരർ. അവരുടെ പേരാണ് പ്രാർത്ഥനാ വീരർ. സാധാരണ പ്രാർത്ഥനയല്ല, പ്രാർത്ഥനയിൽ ഒരു പോരാട്ടമുണ്ട്. ഹല്ലേലൂയ. മറ്റൊരു വീരനാണ് ശമ്മ. അവിടെ പറയുന്നുണ്ട്, ചെറുപയറുള്ള വയല് ശത്രു ആക്രമിക്കുവാൻ വന്നപ്പോൾ അവൻ വയല് കാത്തു ഫെലിസ്ത്യനെ വെട്ടി. അവിടെ ആ എലയാസറിന്റെ കാര്യം പറയുമ്പോൾ ഒരു പദം കൂടെ പറയുന്നുണ്ട്. യുദ്ധത്തിന് സന്നദ്ധരായി വന്നവർ മാറിപ്പോയി, എലയാസർ ഒറ്റയ്ക്ക് നിന്ന് വെട്ടി. പക്ഷെ കൊള്ള പങ്കിടാൻ അവരെല്ലാം മടങ്ങി വന്നെന്ന്. ഇന്നുമുണ്ട് ആത്മീയ ഗോളത്തിൽ ഇങ്ങനെയുള്ളവർ. പോരാടാൻ അധികം പേര് കാണത്തില്ല. കൊള്ള പങ്കിടുമ്പോ ഞാനും കൂടെ ആയിരുന്നെന്നൊക്കെ പറയും. പക്ഷേ പ്രാർത്ഥനാ മുറിയിൽ പോരാടുവാൻ നീ ഒറ്റയ്ക്കായാലും, പ്രൈസ് ദി ലോർഡ്, ഒരു കുടുംബത്തിലായാലും, ഒരുപക്ഷെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, എന്നോടൊപ്പം ഒന്ന് പോരാടുവാൻ എന്റെ ഭർത്താവില്ല, എന്റെ മക്കളില്ല, എന്റെ ഇന്നാരില്ലെന്നൊക്കെ തോന്നിയാലും നിന്നെ ഒറ്റയ്ക്ക് നിർത്തി പോരാടി മഹാജയം നൽകുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. പ്രിയപ്പെട്ടവരെ,
നമ്മ ഏൽപ്പിച്ചു കൊടുക്കുമോ? ഹല്ലേലൂയ. പ്രാർത്ഥന വീരരുടെ ആമേൻ പട്ടികയിലേക്ക് എന്നെ ഒന്ന് ഉയർത്തണമേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുവാൻ എത്ര പേരുണ്ട്? അവിടെ മറ്റ് ആ അധ്യായത്തിൽ തന്നെ താഴേക്ക് വരുമ്പോൾ ഒരു പദം കൂടെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഹല്ലേലൂയ. മറ്റു 3 വീരന്മാരെ കുറിച്ച് പറയുന്നത്, ദാവീദ് പറഞ്ഞു, എനിക്ക് ബേത്ലഹേം പട്ടണത്തിലെ കിണറ്റിൽ നിന്ന് വെള്ളം വേണം കുടിക്കാൻ. അതിന്റെ പ്രത്യേകത ഫെലിസ്ത്യരുടെ കിണറാണ്, അവിടെ കാവൽ പട്ടാളമുണ്ട്. പക്ഷേ ഈ 3 പേര് ദാവീദിന്റെ ആഗ്രഹത്തെ മാനിച്ച് അവിടെ ചെന്ന് വെള്ളം കോരി കൊണ്ടുവന്ന് ദാവീദിന് കൊടുത്തപ്പോൾ, ഞാൻ വിശദീകരിക്കുന്നില്ല, സമയം തീരുകയാണല്ലോ. ആമേൻ. ദാവീദ് പറഞ്ഞു, സ്വന്തം പ്രാണനെ ഉപേക്ഷിച്ച് പോയി വെള്ളം കൊണ്ടുവന്ന ഇവരുടെ രക്തം കുടിക്കുന്നതിന് തുല്യമാണിതെന്ന് പറഞ്ഞവൻ കുടിച്ചില്ല. അവിടെ നിന്നുകൊണ്ട് ഒരു പദം ഞാൻ പറയട്ടെ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായം 24-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു പദമുണ്ട്, എന്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല. 20-24 അപ്പോസ്തല പ്രവൃത്തി. പിന്നെ എന്താ? എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം മറ്റൊന്നും വിലയേറിയതായി എണ്ണരുത്. പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ലെങ്കിൽ പിന്നെ മറ്റെന്തിനെയാ വിലയേറിയതായി എണ്ണുവാൻ നമുക്കുള്ളത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാണൻ പോകേണ്ടി വന്നാലും നമ്മുടെ കർത്താവിന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ ഹിതം തിരിച്ചറിഞ്ഞ് അവന് വേണ്ടി നിൽക്കണം. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. പൗലോസ് പറഞ്ഞ ആ ഒരു വാക്കെന്നെ വളരെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കർത്താവായ യേശു തന്ന ശുശ്രൂഷ. അപ്പൊ ശ്രദ്ധിച്ചോ, തന്നത്. നമ്മൾ കയറി എന്താ പറഞ്ഞ സ്ഥാനവും മാനവും മഹത്വവും ശുശ്രൂഷയും ഒന്നും കയറി കൈയിട്ട് വാങ്ങിക്കേണ്ടതല്ല, ആസ്വാധീനം കൊണ്ട് ഏറ്റെടുക്കേണ്ടതല്ല. ഇന്ന് പല സഭകളിലും ഒരു കമ്മിറ്റി മെമ്പർ ആവാൻ പോലും എന്റെ പേര് പറയണേ എന്ന് പറയിച്ച് ഒരാളെ കൊണ്ട് പറയിച്ചൊക്കെ സ്ഥാനത്ത് വരുന്ന ഒരു ആത്മിക ലോകത്തിലാണ് നമ്മൾ. പക്ഷേ പൗലോസ് പറഞ്ഞൊരു പദം, കർത്താവായ യേശു തന്ന ശുശ്രൂഷ. ഇന്ന് രാത്രി ഒരു കാര്യം ഞാൻ പറയട്ടെ, ഒന്ന് പ്രാർത്ഥിക്കുന്നതായാലും കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതായാലും കർത്താവ് തന്നതാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ അത് ചെയ്തോണം. കർത്താവ് തരാത്തത് ചെയ്യാനും നമ്മൾ പോകരുത്. കർത്താവ് തന്നതാണെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാനും പാടില്ല. കർത്താവ് യേശു തന്ന ശുശ്രൂഷ തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ എന്ന് പൗലോസ് പറയുകയാ. നാം പ്രാർത്ഥനാ വീരരാണോ? ആണെങ്കിൽ നമ്മുടെ പ്രത്യേകതയാണ്, എന്റെ പ്രാണൻ പോകേണ്ടി വന്നാലും കർത്താവിന് വേണ്ടി ഞാൻ നിൽക്കും. കർത്താവ് തന്ന ശുശ്രൂഷ ഞാൻ ചെയ്യും. അവന്റെ കൃപയുടെ സുവിശേഷം. എന്തിനാ കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്ത് ശുശ്രൂഷ തന്നത്? നമ്മുടെ കഴിവ് വെളിപ്പെടുത്താനാണോ? അല്ല. കർത്താവിന്റെ സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി ഞാൻ പറയുന്ന ഒരു വാക്കുകൊണ്ട് ഒരാൾക്കൊരു പ്രയോജനം വരുന്നെങ്കിൽ അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ സമർപ്പണത്തോടെ ചെയ്യുന്ന അവരാണ് പ്രാർത്ഥനാ വീരർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി ഒത്തിരി കാര്യം സിസ്റ്റർ സമയം അവസാനിച്ചെങ്കിൽ പറയണം. ഞാൻ മെസ്സേജ് ക്ലോസ് ചെയ്യാമില്ലെങ്കിൽ 1-2 കാര്യം പറഞ്ഞ് ഞാൻ ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുക. ഉണ്ടോ? സമയമുണ്ടോ? തീർന്നോ? കുറച്ചുകൂടി സമയം എടുത്ത് കുഴപ്പമില്ല. ഓക്കെ. 1-2 കാര്യങ്ങൾ വേഗത്തിൽ കമ്പി വാക്കിൽ പറഞ്ഞ് ഞാൻ കൺക്ലൂഡ് ചെയ്യാം. സഖറിയ പ്രവചനം 10:3 പറയുന്നു. സഖറിയ പ്രവചനം 10:3 പറയുന്നു. അതിന്റെ സെക്കൻഡ് പാർട്ടിൽ യഹോവയായ ദൈവം പറയേ, യഹൂദാഗ്രഹമായ എന്റെ ആട്ടിൻകൂട്ടത്തെ ഞാൻ സന്ദർശിച്ച് അവരെ പടയിൽ മനോഹര തുരകമാക്കും എന്ന് പറഞ്ഞാൽ, ആടിനെ ഞാൻ സന്ദർശിച്ച്, തുരകം എന്ന് പറഞ്ഞാൽ കുതിര, നമുക്കറിയാം, കുതിരയാക്കും. പടയിൽ കുതിര. ആടിനെ കൊണ്ട് യുദ്ധം ചെയ്യാൻ കൊള്ളില്ല. ആട് ഭീരുവാണ്. യുദ്ധത്തിന് എപ്പോഴും കുതിരയാ വേണ്ടിയ. പക്ഷേ ഇപ്പോഴുള്ള ആട് മതി. ഇന്ന് ചിലരൊക്കെ പറയുന്നുണ്ടായിരിക്കോ, പോരാടി പ്രാർത്ഥിക്കുവാൻ അത്രയൊന്നും കഴിവെനിക്കില്ല പറയുന്നവരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്നൊരാടിനെ പോലെ നീ ഭീരുവാണെന്നും നിനക്ക് കഴിവില്ലെന്നും തോന്നിയാലും ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ കർത്താവിനോട് പറ, കർത്താവേ നീ എന്നെ സന്ദർശിക്കണമേ. ആമേൻ. പടയുടെ മുൻപിൽ നിൽക്കുവാൻ, പ്രാർത്ഥനയിൽ പോരാടുവാൻ ഒരാത്മാവിനെ എനിക്ക് തരണമേ. പ്രാർത്ഥനയുടെ ആത്മാവ്, പോരാടുവാനുള്ള ആത്മാവ് എന്റെ മേൽ പകരണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങളെ തന്നെ വ്യത്യാസപ്പെടുത്തിയ ഒരു കുതിരയാക്കി ആമേൻ യുദ്ധത്തിന്റെ മുൻപിൽ നിർത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി സമർപ്പിച്ചുകൊണ്ട് എനിക്ക് കഴിവില്ലെന്ന് പറയുകയല്ല. നമ്മുടെ കഴിവല്ല ദൈവത്തിന് ആവശ്യം, നമ്മുടെ സമർപ്പണമാ. നമ്മുടെ കർത്താവ് കഴിവുള്ളവന്, നമ്മുടെ കർത്താവ് സർവശക്തനാ. അവൻ നമ്മെ ശക്തനാക്കും. പൗലോസ് പറഞ്ഞല്ലോ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഇന്ന് ഹാലിൽ പറയാമോ, എന്റെ കഴിവല്ല, എന്റെ ശക്തിയല്ല, കർത്താവേ ഞാൻ സമർപ്പിക്കുന്നു, എന്നെ ശക്തീകരിക്കണമേ. ആമേൻ. പ്രാർത്ഥനയിൽ പോരാടണം. ഒരു കാര്യം കൂടെ, പടക്കുതിരയെ പറ്റി പറഞ്ഞല്ലോ. യോബിന്റെ പുസ്തകം 39-ാം അധ്യായം 19 വരെയുള്ള വാക്യങ്ങളിൽ പടക്കുതിരയെ കുറിച്ചുള്ള മനോഹരമായ ഒരു ചിത്രമുണ്ട്. പിന്നീട് വായിച്ചാൽ മതി നിങ്ങൾ. ഇവിടെ ചോദിക്കുകയാ, ആമേൻ, യോബിനോട് ചോദിക്കുകയാ,
കുതിരയ്ക്ക് നീയോ ശക്തി കൊടുത്തത്? അതിന്റെ കഴുത്തിന് നീയാണോ കുഞ്ചുരോമം അണിയിച്ചത്? അതിനെ നിനക്ക് വെട്ടുക്കിളിയെ പോലെ ചാടിക്കാമോ? ഒത്തിരി കാര്യമുണ്ട്. ഒരു മണിക്കൂറുകൾ പ്രസംഗിക്കുവാനുള്ള വിഷയം അവിടെ ഉണ്ട്. ഞാൻ ഒരു കാര്യം പറയാം. താഴേക്ക് വരുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട്. പടനായകന്മാരുടെ ആർപ്പും ആമേൻ പടയും ഒക്കെ അത് മണത്തറിയും, ദൂരത്ത് നിന്ന് മണത്തറിയുന്നു എന്നൊരു ഭാഗം അവിടെ ഉണ്ട്. പിന്നെ വായിച്ചാൽ മതി. എന്താ ഇതിന്റെ അർത്ഥം? പ്രാർത്ഥനാ വീരരുടെ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾക്കൊരു പ്രത്യേകത ഉണ്ടാകണം. പ്രാർത്ഥനാ മുറിയിൽ നമ്മൾ ദൂരെ നിന്ന് ശത്രു ആക്രമിക്കുവാൻ വരുന്നത് ആത്മാവിൽ നമ്മൾ അറിയണം. നമ്മുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞിട്ടല്ല അറിയേണ്ടത്. ഓ ഹല്ലേലൂയ, അതിനു മുൻപേ നാം അറിയുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാൻ തക്കവണ്ണം ആമേൻ ആ ദർശനം പ്രാപിച്ചവരായി പ്രാർത്ഥന വീരരായി നാം മാറണം. ഒറ്റ ഉദാഹരണം, ആമേൻ ഏലിശ അരാം രാജാവ് ഇസ്രായേൽ ജനത്തിനെതിരെ പാളയമിറങ്ങുമ്പോൾ ഏലിശ അത് ജനത്തെ അറിയിക്കും. അവിടെ ഒരു ചോദ്യമുണ്ടായി, ആരാണ് നമ്മുടെ ഇടയിൽ ചാരൻ? 2 രാജാക്കന്മാർ ഹല്ലേലൂയ 6 ദൈവത്തിന് സ്തോത്രം പറഞ്ഞു, ആരുമല്ല, ഏലിശയാണ് ഇത് അറിയിക്കുന്നത്. ഈ ശയനഗ്രഹത്തിൽ സംസാരിക്കുന്നത് അവൻ അവിടെ ഇരുന്നുകൊണ്ട് അറിയുന്നുണ്ട്. എങ്ങനെയാ അറിഞ്ഞേ? അവനൊരു പ്രാർത്ഥനാ വീരനായിരുന്നു. ഏലിശ, ഏലിയാബ്, ദാനിയേല് ഇവരെല്ലാം പ്രാർത്ഥനാ വീരരാ. നമുക്ക് ആഗ്രഹമുണ്ടോ? അതോ എന്നും ഇങ്ങനെ കർത്താവേ എനിക്കത് ചെയ്തു തരണമേ, ഇത് ചെയ്തു തരണമേ എന്ന് പറയുന്നൊരു ആമേൻ ഹല്ലേലൂയ പ്രാർത്ഥന ഒരു LKG സ്റ്റുഡന്റിന്റെ സ്റ്റാൻഡേർഡിലല്ല. ഇന്ന് ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും നോക്കി ആത്മാവിൽ വിളിച്ചു പറയുകയാ. നിങ്ങളൊരു പ്രാർത്ഥനാ വീരരുടെ പട്ടികയിൽ നിരയിൽ വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അവരുടെ പ്രത്യേകത എന്താ? പ്രാണനെ പോലെ ഉപേക്ഷിച്ചുകൊണ്ട് വിജയം വരിക്കുന്നത് വരെ പോരാടുന്നവരാണ്. പ്രാണൻ പോകേണ്ടി വന്നാലും കർത്താവിന് വേണ്ടി നിൽക്കുന്നവരാണ്. കർത്താവിന്റെ ഹിതം നിറവേറ്റുന്നവരാണ്. ഹല്ലേലൂയ. ഒരു പടക്കുതിരയെ പോലെ പ്രാർത്ഥനയിൽ ആമേൻ പോരാടുകയും ദൂരത്തു നിന്ന് തന്നെ വരുവാനുള്ള സംഭവങ്ങൾ ആത്മാവിൽ അറിഞ്ഞ് ഇൻഫർമേഷൻ കൊടുക്കേണ്ടടുത്ത് ഇൻഫർമേഷൻ കൊടുത്ത സഭയിലാകട്ടെ, ആമേൻ കുടുംബങ്ങളിലാകട്ടെ, വ്യക്തികളിലാകട്ടെ, അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിച്ച് കർത്താവിന് വേണ്ടി നിൽക്കുന്ന ശക്തരായി തീരുവാൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. നാം എന്താ വായിച്ചത്? ദിനം പ്രതി എന്റെ പടിവാതിൽക്കൽ ജാഗരിച്ചും എന്റെ വാതിൽ കട്ടിളക്കൽ കാത്തുകൊണ്ട് എന്റെ വാക്ക് കേട്ടനുസരിക്കുന്നവൻ ഭാഗ്യവാൻ. എന്നിട്ട് പറയുക, അവന് യഹോവയോട് 2 കാര്യം, ജീവനെ കണ്ടെത്തുന്നു, മറ്റൊന്ന് യഹോവയോട് കടാക്ഷം പ്രാപിക്കുന്നു. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അതിന്റെ ലാസ്റ്റിൽ പറയുന്നു, ആമേൻ എന്നെ നിഷേധിച്ചാലോ അവൻ മരണത്തെ സ്നേഹിക്കുന്നു. നിത്യമരണത്തിലേക്ക് പോകുവാനല്ല, അല്ല നിത്യജീവനിലേക്ക് കടക്കുവാൻ. നമ്മൾ പറഞ്ഞല്ലോ, മറിയോട് പറഞ്ഞല്ലോ, തന്നോട് അരുളി ചെയ്തെന്ന് നിവർത്തിക്കുമെന്ന് വിശ്വസിച്ചവൾ. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. നമ്മുടെ കർത്താവ് അരുളി ചെയ്തു, ഞാൻ പോകുന്നു, താൻ പോയി സ്ഥലമൊരുക്കിയാൽ എന്റെ അടുക്കൽ നിങ്ങളെ ഇരുത്തേണ്ടത് ഞാൻ പിന്നെയും വരും. ആ വാക്ക് വിശ്വസിക്കുന്നവർ, ഇന്ന് പലരും അത് വിശ്വസിക്കുന്നില്ല. അതൊക്കെ കെട്ടുകഥയായി ആമേൻ പെന്തക്കോസ്തുകാർ തന്നെ മാറ്റിവെക്കുമ്പോൾ ഹല്ലേലൂയ താൻ അരുളി ചെയ്തെന്ന് നിവർത്തിക്കുമെന്നും അവൻ രണ്ടാമത് വരുമെന്നും എന്നെ ചേർക്കുമെന്നുള്ള പ്രത്യാശയുള്ള ദൈവമക്കൾ അതിനുവേണ്ടി കാത്തിരിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ. നമുക്ക് നിത്യതയിൽ ആമേൻ ഹല്ലേലൂയ എത്തുവാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. പ്രാർത്ഥനാ വീരരായി മാറുവാൻ ഇന്ന് വചനം കേട്ട എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ.